നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാക്കൾ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ യുവാവിന് ഗുരുതര പരിക്ക്. പരിക്കേറ്റ മുറിവഴിക്കൽ സ്വദേശി ജയ്സലിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. താനൂർ നടക്കാവിൽ മത്സ്യം കയറ്റിപ്പോകുന്ന ഇൻസുലേറ്റർ വാഹനം കാറിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. ഇടിയാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും യുവാവ് പുഴയിലേക്ക് ചാടി. കാണാതായ യുവാവിന് വേണ്ടി പുഴയിൽ തെരച്ചിൽ നടത്തി. ബുധനാഴ്ച വൈകിട്ടാണ് യുവാവ് പുഴയിലേക്ക് ചാടിയത്. സംസ്ഥാനത്ത് ഇന്ന് 12,818 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.38%. ജില്ലയിൽ 1,249 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇടത് സ്ഥാനാർത്ഥി പത്രിക നൽകി. കോയക്കുഞ്ഞിയകത്ത് മുത്താട്ട് സജ്ജരയാണ് ഇറിഗേഷൻ എക്സി ഹരീന്ദ്രനാഥിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. യുവാക്കൾ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ യുവാവിന് ഗുരുതര പരിക്കേറ്റു. പരിക്കേറ്റ മുറിവഴിക്കൽ പൊന്തപ്പടി സ്വദേശി ജയ്സലിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെ അരിക്കാഞ്ചിറ കനോലിക്കനാലിന് സമീപമാണ് സംഭവം. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റമാണ് അക്രമത്തിൽ കലാശിച്ചത്. മുറിവഴിക്കൽ പൊന്തപ്പടി സ്വദേശി മൂപ്പിലക്കണ്ടി ഇസ്മായിലിന്റെ മകൻ ജയ്സലിനാണ് അരിക്കാഞ്ചിറ സ്വദേശി ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജയ്സൽ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും SI ജെല്ലി കറുത്തെടുത്ത് പറഞ്ഞു. കനോലിക്കനാലിന് സമീപം സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമീപത്തെ നിരവധി വീട്ടുകാർ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. താനൂർ നടക്കാവിൽ മത്സ്യം കയറ്റി പോകുന്ന ഇൻസുലേറ്റർ വാഹനം കാറിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. ഇടിയാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഈ മേഖലയിലും അപകടങ്ങൾ പതിവായത് നാട്ടുകാർ ആശങ്കപ്പെടുത്തുകയാണ്. താനൂർ നടക്കാവിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. തിരൂരിൽ നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുന്ന ഇൻസുലേറ്റർ വാഹനവും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. തിരൂർ താനൂർ പാതയിൽ അപകടങ്ങൾ പതിവാകുന്നത് നാട്ടുകാരിലും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. നടക്കാവ് ഭാഗത്തും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പെരുന്നാൾ ദിനത്തിൽ മാതൃകാ പ്രവർത്തനമായി ഡൗൺ ബ്രിഡ്ജ് തിരൂർ. തെരുവുകളിൽ കഴിയുന്നവർക്കും യാത്രക്കാർക്കും പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി പെരുന്നാൾ ദിനത്തിൽ ഡൗൺ ബ്രിഡ്ജ് തിരൂർ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പെരുന്നാൾ ദിനത്തിലെ സന്തോഷം പങ്കിട്ട് തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കും യാത്രക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്ത് ഡൗൺ ബ്രിഡ്ജ് തിരൂർ. പെരുന്നാൾ ദിനത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ നേതൃത്വത്തിൽ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കും യാത്രക്കാർക്കും ഭക്ഷണം വിതരണം ചെയ്ത് മാതൃകാ പ്രവർത്തനം തുടർന്നു വരികയാണ്. നിരവധി അന്തർ സംസ്ഥാന തൊഴിലാളികളുള്ള പ്രദേശമാണ് തിരൂർ. എല്ലാ വർഷവും ഡൗൺ ബ്രിഡ്ജ് അംഗങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് വിതരണം ചെയ്യാറുള്ളത്. ഇത്തവണ 240 ഭക്ഷണപ്പൊതികളാണ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. നമ്മുടെ തിരൂർ നഗരസഭയിലെ താഴെപ്പാലം ഭാഗത്ത് വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡൗൺ ബ്രിഡ്ജ് എന്ന ഒരു ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പെരുന്നാൾ ദിവസം തെരുവിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു പരിപാടി അവർ വളരെ നന്നായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിലെ പോകും വഴി കണ്ടു വളരെയധികം സന്തോഷം തോന്നി. ഈ ക്ലബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. വളരെ കാലങ്ങളായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഡൗൺ ബ്രിഡ്ജ് എന്ന ക്ലബിന് നഗരസഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും. ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് V അഷ്റഫ് അധ്യക്ഷനായിരുന്നു. മറ്റ് ക്ലബ് ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് 1 മാസം പിന്നിടുമ്പോഴും സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇരുളിൽ തന്നെ. സ്വർണ്ണക്കടത്തിന്റെ വ്യാപ്തിയും കുടിപ്പകയുടെ തീവ്രതയുമാണ് 1 മാസത്തെ അന്വേഷണത്തിനിടെ പുറത്തുവരുന്നത്. എങ്കിലും സൂത്രധാരന്മാർ തിരശ്ശീലയ്ക്ക് പുറകിൽ തുടരുകയാണ്. കൊടുവള്ളി മാഫിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണത്തിന് സംരക്ഷണമൊരുക്കാനും തട്ടിയെടുക്കാനെത്തുന്നവരെ നേരിടുന്നതിനും നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ കരിപ്പൂരിലെത്തിയിരുന്നതായി വ്യക്തമായിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതികളെ പിടികൂടാനായിട്ടില്ല.
കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും സ്വർണ്ണക്കടത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇരുളിൽ തന്നെയാണ്. സ്വർണ്ണക്കടത്തിന്റെ വ്യാപ്തിയും കുടിപ്പകയും തീവ്രതയുമാണ് ഒരു മാസത്തെ അന്വേഷണത്തിനിടെ പുറത്തുവരുന്നത്. എങ്കിലും സൂത്രധാരന്മാർ തിരശ്ശീലയ്ക്ക് പിന്നിൽ തുടരുകയാണ്. കൊടുവള്ളി മാഫിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണ്ണത്തിന് സംരക്ഷണമൊരുക്കാനും തട്ടിയെടുക്കാനെത്തുന്നവരെ നേരിടുന്നതിനും നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ കരിപ്പൂരിലെത്തിയതായി വ്യക്തമായിട്ടുണ്ടെങ്കിലും പ്രധാന പ്രതികളെ പിടികൂടാനായിട്ടില്ല. കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിലവിൽ ചെറുപ്പളശ്ശേരി, കൊടുവള്ളി, താമരശ്ശേരി, കരിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള 23 പേരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലുള്ളത്. 12ഓളം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായവരെല്ലാം ഇടനിലക്കാരും കൊട്ടേഷൻ സംഘങ്ങളുമാണ്. കൊടുവള്ളിയിലെ സ്വർണത്തിന്റെ ഉടമകളിലേക്ക് ഗൾഫിൽ നിന്ന് സ്വർണം കൊടുത്തയച്ചവരിലേക്കും അന്വേഷണം പുരോഗമിക്കുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് കൂട്ടായി SHM UP സ്കൂളിൽ കുട്ടികൾക്കും വീട്ടുകാർക്കുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി നടത്തിയ പരിപാടിയിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കാളികളായി. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണകൾ ഉയർത്തുന്ന ഈ പെരുന്നാൾ ദിനം അതിജീവനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. HSM UP സ്കൂളിലെ അധ്യാപകർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ. കൂട്ടായി SHM UP സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ കൂട്ടുകാരും പെരുന്നാൾ പരിപാടികളിൽ പങ്കാളികളായി. മൈലാഞ്ചിയിടൽ, പെരുന്നാൾ പാചക വിഭവം തയ്യാറാക്കൽ, മാപ്പിളപ്പാട്ട്, ഒപ്പനപ്പാട്ട്, പെരുന്നാൾ ആശംസാ കാർഡ് നിർമ്മാണം തുടങ്ങിയ പരിപാടികളാണ് വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ വഴി സംഘടിപ്പിച്ചത്. ഇലാഹായ പൂരാനോട് ഈരാവും പകലും തേടി കലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കുട്ടികൾ കുടുംബത്തോടും വീട്ടുകാരോടുമൊപ്പം പരിപാടികളിൽ ഏറെ ആവശ്യത്തോടെ തന്നെ പങ്കെടുത്തു. പ്രിയ കൂട്ടുകാരെയും അധ്യാപകരെയും നേരിൽ കാണാത്തതിന്റെ വിഷമം ഉള്ളിലൊതുക്കിയാണെങ്കിലും കൂട്ടുകാർ വീഡിയോ കോൾ വഴി പരസ്പരം ആശംസകൾ കൈമാറി. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഫാത്തിമ ഫിദ. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ പോരിലയായെങ്കിൽ. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും കുട്ടികൾ വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നൽകി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. മസ്ജിദിനോരങ്ങളിൽ കേൾക്കും തക്ബീറിൻ ധ്വനി, മണ്ണിലും വിണ്ണിലാകെ ബലിപെരുന്നാളിൻ പുലരി. മസ്ജിദിനോരങ്ങളിൽ കേൾക്കും തക്ബീറിൻ ധ്വനി. വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരോടൊപ്പം പ്രധാനാധ്യാപകൻ CK ജോൺ, PTA പ്രസിഡന്റ് CP മുജീബ് എന്നിവർ കുട്ടികൾക്ക് ഈദാശംസകൾ കൈമാറി. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും യുവാവ് പുഴയിലേക്ക് ചാടി. കാണാതായ യുവാവിന് വേണ്ടി പുഴയിൽ തെരച്ചിൽ നടത്തി. ബുധനാഴ്ച വൈകിട്ടാണ് യുവാവ് പുഴയിലേക്ക് ചാടിയത്. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും അജ്ഞാതനായ യുവാവ് പുഴയിലേക്ക് ചാടി. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സംഭവം. കാണാതായ യുവാവിന് വേണ്ടി പുഴയിൽ നടത്തി വന്ന തിരച്ചിൽ 2ാം ദിവസവും പോലീസും ഫയർഫോഴ്സും താൽക്കാലികമായി നിർത്തിവെച്ചു. പുഴയിലേക്ക് യുവാവ് ചാടുന്നത് കണ്ട നാട്ടുകാരും വിവരം അറിഞ്ഞെത്തിയ കുറ്റിപ്പുറം പോലീസും പൊന്നാനി, തിരൂർ ഫയർഫോഴ്സും റെസ്ക്യൂ ടീം അംഗങ്ങളും ചേർന്ന് മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിട്ടില്ല. ഇയാളുടേതാണെന്ന് കരുതുന്ന ബാങ്കിൽ നിന്ന് ലഭിച്ച പാസ്പോർട്ടിന്റെ വിലാസപ്രകാരം എറണാകുളം സ്വദേശി മിലനാണ് പുഴയിൽ ചാടിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. വരും ദിവസവും തിരച്ചിൽ തുടരുമെന്ന് കുറ്റിപ്പുറം CI ശശീന്ദ്രൻ മേലയിൽ പറഞ്ഞു. പുഴയിലെ കനത്ത ഒഴുക്കും മോശം കാലാവസ്ഥയും വെളിച്ചക്കുറവും തിരച്ചിലിന് തടസ്സമായിട്ടുണ്ട്. പുറത്തൂർ നായർത്തോട് സൗഹൃദം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പെരുന്നാൾ ദിനത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CU ശ്രീനിവാസൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 200-ലധികം പേർക്കാണ് പൊതിച്ചോറ് നൽകിയത്. സൗഹൃദം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നായർത്തോടിന്റെ നേതൃത്വത്തിലാണ് പെരുന്നാൾ ദിനത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ പൊതിച്ചോറ് വിതരണം ചെയ്തത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CU ശ്രീനിവാസൻ, ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് റാഫിക്ക് പൊതിച്ചോറ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരൂർ, താന്നൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 200-ൽ പരം പൊതിച്ചോറാണ് വിതരണം ചെയ്തത്. കോഴിക്കോട് ഭാഗത്ത് വിതരണത്തിന് തെരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന സംഘടനയും ക്ലബ്ബുമായി സഹകരിച്ചു. സെക്രട്ടറി വിനീത്, KT, ഷിജിത്ത്, സൂരജ്, പ്രണവ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ഭാഷകളിൽ അമ്പിളിമാമന് കത്തെഴുതി വിദ്യാർത്ഥികൾ. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മംഗലം വള്ളത്തോൾ AP സ്കൂൾ വിദ്യാർത്ഥികളാണ് അമ്പിളിമാമന് വിവിധ ഭാഷകളിലൂടെ കത്തെഴുതി അറിവ് പങ്കുവച്ചത്. Dear Moon, I hope you are doing well. I am writing this letter to tell you that I am amazed in your beauty and I love the way your light illuminates the darkness of night. You bring lots of joy to the world by shining brightly. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, സംസ്കൃതം, ഉറുദു ഭാഷകളിൽ അമ്പിളിമാമന് കത്തെഴുതി വിദ്യാർത്ഥികൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഭാഷകളിൽ കത്തെഴുതിയത് കൗതുകമായി. എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്പിളിമാമന് ഞാൻ എത്രയെല്ലാം കത്തുകൾ എഴുതി. അതിനെല്ലാം ഒരു കള്ളച്ചിരി മാത്രമായിരുന്നു മറുപടി. കുഞ്ഞിലേ എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിരുന്നത് നിന്നെ കാണിച്ചുകൊണ്ടായിരുന്നു. അത് നിനക്ക് ഓർമ്മയുണ്ടോ?
സയൻസ് ക്ലബിന്റെയും സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെയും ഭാഷാ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് ചാന്ദ്രദിനം പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടക്കുന്ന അമ്പിളിമാമനൊരു കത്ത് എന്ന പരിപാടിക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായ റസാൻ സി കെ, ഫാത്തിമ സിൽസില, നിരഞ്ജൻ കെ, VP വൈഗ, നന്ദന, ഹിന റഹ്മ, ജിഷ്ണു, അലീഷ എന്നിവർ നേതൃത്വം നൽകി. चंदा मामा, आप कैसे रोज रात को अपनी शीतलता एवं उज्ज्वलता के साथ आसमान में चमकते हैं? आपका रंग कैसे इतना गोरा है? आपकी आकृति कैसे रोज बदलती है? आप कभी रोज सुबह आसमान में नहीं दिखते? അമ്പിളിമാമനുള്ള കത്തിലൂടെ കുട്ടികൾ അവരുടെ അറിവ് പങ്കുവെക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടാണ് കത്തുകൾ എഴുതിയത്. കൂടാതെ വിവിധ തലങ്ങളിൽ നടക്കുന്ന ക്വിസ് മത്സരവും ചന്ദ്രനെ പറ്റിയുള്ള ഗാനങ്ങളും റോക്കറ്റ് നിർമ്മാണവും അതിന്റെ ഭാഗങ്ങൾ വിശദീകരിക്കലും എല്ലാം കുട്ടികൾക്ക് അറിവ് പങ്കുവെക്കാൻ കഴിയുകയും ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്ര ISRO. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. प्यारी चांद, मैं जमीन से फातिमा सिलसिला हो, आप कैसे हो? आज आपका दिन है ना, हम आपके तह पर उतरने का दिन. പ്രധാനാധ്യാപകൻ ജോസ് മാത്യു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ AUP സ്കൂളിൽ ഈ വർഷം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഓൺലൈനായിട്ടാണ് ഈ പരിപാടികളെല്ലാം അവതരിപ്പിച്ചത്. അമ്പിളിമാമനൊരു കത്ത്, അതുപോലെ തന്നെ റോക്കറ്റ് നിർമ്മാണം, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. ഇതിൽ ഏറ്റവും പുതുമയാർന്നത് അമ്പിളിമാമനൊരു കത്ത് എന്ന പരിപാടിയായിരുന്നു. അതിൽ വിവിധ ഭാഷാ ക്ലബ്ബുകളുടെ സഹായത്തോടു കൂടി ആണ് കുട്ടികൾ കത്തെഴുതി അമ്പിളിമാമന് നൽകിയത്. ഇതിൽ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള കുട്ടികൾ കൂടി പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. KP നസീബ്, CP റഷീദ, സീമ P, സുമ P, സുചിത്ര, ഹേമാംബിക, രഞ്ജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. رسالة إلى القمر. قمري الحبيب، السلام عليكم. أتمنى أن تكون جيدا. أستطيع أن أراك دائما ولكن لا أستطيع أن أمسك. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങൊരുക്കി ഐശ്വര്യ ക്ലബ്ബ് പായസ ചലഞ്ച് ഒരുക്കി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എന്നതിന്റെ ഭാഗമായി താനൂർ ശോഭാപ്പറമ്പ് ഐശ്വര്യ ക്ലബ്ബാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ ഉമ്മുകുൽസു ടീച്ചർ, രാജീവ് ആവൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി താനൂർ ശോഭാപ്പറമ്പ് ഐശ്വര്യ കലാകായിക വേദി ഒരുക്കിയ പായസ ചലഞ്ച് മാതൃകയായി. 400 ലിറ്റർ പായസമാണ് വിതരണം ചെയ്തത്. 1 ലിറ്ററിന് 150 രൂപ നിരക്കിൽ നടത്തിയ ചലഞ്ചിൽ പ്രദേശവാസികൾ പൂർണ്ണമായും സഹകരിച്ചു. വാർഡ് കൗൺസിലർ ഉമ്മുകുൽസു ടീച്ചർ, ശോഭാപ്പറമ്പ് ക്ഷേത്ര ആവൻ, രാജീവ് ആവൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. സജീവ്, സുജീവ്, ജ്യോതിപ്രകാശ്, അശോകൻ, മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് റെഡ് ആർമിയുടെ ആദരം. തിരൂർ നഗരസഭ 3-ാം വാർഡിലെ പ്രതിഭകളെയാണ് ആദരിച്ചത്. CPM ഏരിയ സെക്രട്ടറി P. ഹംസക്കുട്ടി വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. തിരൂർ നഗരസഭ 3-ാം വാർഡിൽ നടുവിലങ്ങാടി റെഡ് ആർമിയുടെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയത്. CPM തിരൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി ഉപഹാര വിതരണം ഉദ്ഘാടനം ചെയ്തു. അലി കടവത്ത്, ഇസ്മായിൽ പാറപ്പുറത്ത്, ഷംസുദ്ദീൻ, O. ബഷീർ വലിവീട്ടിൽ, മോഹനൻ വാലിൽ, കരീം നടുലുവങ്ങാടി, ബദ്രുദ്ദീൻ, ഷഫീ കടവത്ത്, അമൽ, KP അസ്കത്ത് കടവത്ത്, ഹാരിസ്, ഗഫൂർ, സാബു, ജുനേർ, ശരത്ത്, അഖിൽ എന്നിവർ നേതൃത്വം നൽകി. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രദേശവാസികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഡിസൈനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുമായി എഞ്ചിനീയർമാരുടെ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. റോഡ് രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തു നിന്നുള്ള PP യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ V. മണിലാലിന്റെ നേതൃത്വത്തിലുള്ള എഞ്ചിനീയർമാരുടെ സംഘമാണ് പരിശോധന നടത്തിയത്. കോട്ടക്കൽ മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ, പ്രദേശത്തെ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പദ്ധതി സംബന്ധിച്ച് സംഘവുമായി ആശയവിനിമയം നടത്തി. പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിട്ട് പരിശോധിക്കുന്നതിനും നേരത്തെയുള്ള രൂപകൽപ്പന പ്രകാരമുള്ള റോഡ് KSEBയുടെ അമ്പലപ്പറമ്പിലുള്ള സബ്സ്റ്റേഷനും തൊട്ടടുത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും പ്രയാസമാകുമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് സംഘമെത്തിയത്.
പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലെ PPU അസിസ്റ്റന്റ് ഡയറക്ടർ വി മണിലാൽ അറിയിച്ചു. സുരക്ഷിത പാതയോടൊപ്പം പ്രദേശത്ത് താമസിക്കുന്നവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള രൂപകൽപ്പനയാണ് നടപ്പാക്കുന്നതെന്ന് MLA ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ നേതൃത്വത്തിൽ നേരത്തെ പൊതുമരാമത്ത് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥരുടെയും കരാറുകാരെയും പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ വളവും ഗതാഗതക്കുരുക്കുള്ള വളാഞ്ചേരി നഗരവും ഒഴിവാക്കി യാത്ര ചെയ്യാവുന്ന കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൻ്റെ രണ്ടാം ഘട്ടം അമ്പലപ്പുറം മുതൽ മൂടാൽ വരെയുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസൈൻ എഞ്ചിനീയേഴ്സാണ് ഇന്ന് റോഡ് വന്നു നോക്കാം എന്ന് കരുതി. അവർ ഇയും AXയും എല്ലാവരും ഉണ്ട്. ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം, എന്നാൽ വാഹനത്തിന് ഗതാഗതത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വിധം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് പരിശോധിക്കുന്നത്. അത് അനുബന്ധ നടപടികളുണ്ടാകും. അതിനോടനുബന്ധിച്ചുള്ള യൂട്ടിലിറ്റി ഇത് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും KSEBിയുടെയും ഒക്കെ പൈപ്പ് ലൈൻ മാറ്റുന്നതും കാല് മാറ്റുന്നതിനും ആവശ്യമായ സംഖ്യ ആവശ്യമുണ്ട്. അത് ഗവൺമെൻറ് നൽകുമ്പോഴേ സ്വാഭാവികമായും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. എന്തായാലും ദ്രുതഗതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ സംഖ്യ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, സ്ഥിരം സമിതി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം, ആദവനാട് പഞ്ചായത്ത് അംഗം KT സലീന, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോമോൻ തോമസ്, തിരുവനന്തപുരത്തെ ചീഫ് എഞ്ചിനീയർ കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ M ഹിരൺ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 12,818 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.38%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 122 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 12,818 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 1,605, കോഴിക്കോട് 1,586, എറണാകുളം 1,554, മലപ്പുറം 1,249, പാലക്കാട് 1,095, തിരുവനന്തപുരം 987, കൊല്ലം 970, കോട്ടയം 763, ആലപ്പുഴ 718, കാസർഗോഡ് 706, കണ്ണൂർ 552, പത്തനംതിട്ട 433, ഇടുക്കി 318, വയനാട് 282 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.38%. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 122 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,739 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 76 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 12,034 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 623 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 85 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,454 പേർ രോഗമുക്തി നേടി. ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.63% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,249 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഇതുവരെ 1,421 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.63% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,249 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,860 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം ജില്ലയിൽ രോഗമുക്തരായി. ഇതോടെ കോവിഡ് വിമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,56,928 ആയി. വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,175 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 51 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 23 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 55,379 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 17,789 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,421 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ വർധനവ്. തിരൂരിൽ 4 പഞ്ചായത്തുകൾ D കാറ്റഗറിയിൽ. താനൂർ നഗരസഭാ പരിധിയിലും നിയന്ത്രണം കർശനം. താനാളൂർ പഞ്ചായത്ത് C കാറ്റഗറിയിലാണ്. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ 4 പഞ്ചായത്തുകൾ D കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. തൃപ്രങ്ങോട്, വെട്ടം, തലക്കാട്, മംഗലം എന്നീ പഞ്ചായത്തുകളിലാണ് കോവിഡ് പോസിറ്റീവ് നിരക്കിൽ വർധനവുണ്ടായതോടെ D കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത്. കർശന നിയന്ത്രണങ്ങളോടെയുള്ള സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലനിൽക്കുന്നതിനാൽ പോലീസ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. പരിയാപുരം, അരിക്കാഞ്ചിറ, വാക്കാട്, ആലുശ്ശേരി എന്നിവിടങ്ങളിൽ അവശ്യവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ മുന്നറിയിപ്പ് നൽകി. വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. തിരൂർ നഗരസഭയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14%. ചെറിയമുട്ടത്ത് 12.95%, പുറത്തൂരിൽ 12.91%. ഈ പഞ്ചായത്തുകളെല്ലാം C കാറ്റഗറിയിലാണ്. താനൂർ നഗരസഭയിലും നിയന്ത്രണം കൂടുതൽ ശക്തമാക്കി. നഗരസഭാ പരിധി നിലവിൽ D സോണിലാണ് ഉള്ളത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ തുറന്നു പ്രവർത്തിക്കും. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും കർശന കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ആഴ്ചയിൽ 3 ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ പ്രവർത്തിക്കുന്നതാണ്. വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള നിൽപ്പ് സമരം നടത്തി. തിരൂരിൽ മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം
പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മെക്കാനിക്കുകൾ ഡോക്ടർമാർ ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളുടെ ലൈസൻസ് വ്യവസ്ഥകൾ ലഘൂകരിക്കുക, സാധാരണ വർക്ക്ഷോപ്പുകളെ ബാധിക്കുന്ന സ്ക്രാപ്പേജ് പോളിസി നടപ്പിലാക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറുക, പൊല്യൂഷൻ ലൈസൻസ് ഫീ ഏകീകരിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സൂചന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തിരൂരിലും നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. തിരൂർ നടന്ന നിൽപ്പ് സമരം പി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടന ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം 2004 നമ്മുടെ സംഘടനയ്ക്ക് ക്ഷേമനിധി ഉൾപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ആയതിനാൽ ഇത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സംസ്ഥാന നേതാക്കൾ 14 സംസ്ഥാന നേതാക്കൾ നടത്തുന്ന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കെ പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. പി സെയ്തു, CM രാജൻ, KP രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കണ്ടിയൂർ മേഖല UDF കമ്മിറ്റി SSLC പരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങ് UDF ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കണ്ടിയൂർ മേഖല UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC വിജയികളായ കുട്ടികളെ അനുമോദിച്ചത്. ചടങ്ങ് UDF ചെയർമാൻ അഡ്വക്കേറ്റ് K പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ 2 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ സാധിക്കാതെ ഈ കോവിഡ് മഹാമാരി മൂലം 2 വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ ജീവിതത്തിലെ അവസാന കാലഘട്ടമാണ് SSLC. കഴിഞ്ഞ 2 വർഷക്കാലം സ്കൂളിൽ പോകാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച് ഈ വിജയം നേടിയ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അവരെല്ലാത്തൊരു മാനസികാവസ്ഥയാണ് വിദ്യാർത്ഥി. കാരണം എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു മെൻ്റൽ ഡിപ്രഷൻ വരികയാണ്. നമ്മൾ സ്കൂളിൽ പോകുന്നു, നമ്മുടെ സുഹൃത്തുക്കളെ കാണുന്നു, അവരുടെ കൂടെ കളിക്കുന്നു. ആ ഒരു കാലഘട്ടം 2 കൊല്ലമായി വീട്ടിൽ മാത്രം അടങ്ങിയിരുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട്, ഇറങ്ങണമെങ്കിൽ മാസ്ക് വേണം. ആ കാലഘട്ടത്തിൽ ഒരു മെൻ്റൽ ഡിപ്രഷൻ സഹിച്ചു കൊണ്ടുപോലും ഒരു ഉന്നത വിജയം ഈ സംസ്ഥാനം മുഴുവൻ വിദ്യാർത്ഥി നേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വിതരണം ചെയ്തു. ഈ ചടങ്ങ് ഇത്ര നന്നായി സംഘടിപ്പിച്ച UDFന്റെ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഒരുപാട് വാർഡുകളിലായിട്ട് വളരെ നല്ല രീതിയിൽ ഒരുപാട് മക്കൾ പഠിക്കുകയും ഫുൾ A+ വാങ്ങുകയും നമ്മളെ നാടിന് തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല ചടങ്ങ് സംഘടിപ്പിച്ച UDFന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. മനോജ് ജോസ്, ശിവശങ്കരൻ, V മൻസൂർ അലി, സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. C അബ്ദുൾ റഷീദ്, മണികണ്ഠൻ, വിനോദ്, TK മുസ്തഫ, സുശീൽ കുമാർ, ഷഹബാസ്, സിന്ധു മംഗലശ്ശേരി, അഖിൽ അൻസാരി, സമീർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ SDPI ഒഴൂർ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു. വീടുകളിലെത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകിയത്. SDPI ഒഴൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തിയാണ് ഉപഹാരം നൽകിയത്. താനൂർ മണ്ഡലം സെക്രട്ടറി അബ്ദു ഒഴൂർ, ബ്രാഞ്ച് പ്രസിഡന്റ് ഷാജി വിശാരത്ത, ബ്രാഞ്ച് സെക്രട്ടറി ഹംസ ഹാജി, ഇസ്മായിൽ ഒഴൂർ, നിയാസ് പുത്തന്തേര് തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇടത് സ്ഥാനാർത്ഥി പത്രിക നൽകി. കോയക്കുഞ്ഞിയകത്ത് മുത്താട്ട് സജിലയാണ് ഇറിഗേഷൻ AXC ഹരീന്ദ്രനാഥിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടത് നേതാക്കൾക്കൊപ്പമാണ് പത്രിക സമർപ്പണത്തിനെത്തിയത്. ആഗസ്റ്റ് 11-നാണ് ഉപതെരഞ്ഞെടുപ്പ്. തലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാറശ്ശേരി വെസ്റ്റ് വാർഡിലെ LDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരൂർ സിവിൽ സ്റ്റേഷനിലെ റിട്ടേണിംഗ് ഓഫീസർ ഇറിഗേഷൻ AXC ഹരീന്ദ്രനാഥിന് സ്ഥാനാർത്ഥി കോയക്കുഞ്ഞകത്ത് മൂത്താട്ട് സജില പത്രിക നൽകി. തലക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15ാം നമ്പർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന സജില എന്ന ഞാൻ
നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയും വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. LDF നേതാക്കളായ പി മുഹമ്മദ് അലി, ടി ഷാജി, അഡ്വക്കേറ്റ് കെ ഹംസ, CP ബാപ്പുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ സമർപ്പിച്ചത്. ഓഗസ്റ്റ് 11 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. LDF അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ സൈറ ബാനുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. വാഹനാപകടത്തെ തുടർന്ന് ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടു തലേ ദിവസമാണ് സൈറ ബാനു മരണപ്പെട്ടത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് താനൂർ നഗരസഭ 13-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്നേഹോപഹാരം നൽകി. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇതിനോദ്ഘാടനം നിർവഹിച്ചു. താനൂർ നഗരസഭ 13-ാം ഡിവിഷൻ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിവിഷനിൽ നിന്നും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും 9 A+ നേടിയ വിദ്യാർത്ഥികൾക്കും സ്നേഹോപഹാരം നൽകിയത്. കൂടാതെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെമന്റോയും വിതരണം ചെയ്തു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് ഇതിനോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മെതുകയിൽ ജാഫർ അധ്യക്ഷനായിരുന്നു. TP ബഷീർ, അഷ്റഫ് മെതുകയിൽ, താനൂർ നഗരസഭാ ചെയർമാൻ PB ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് താനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി MP അഷ്റഫ്, മുനിസിപ്പൽ സെക്രട്ടറി TPM അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KP സൈദലവി, അഡ്വക്കേറ്റ് PP ആരിഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു സന്ദർശനം നമുക്കുണ്ടായ ഒരു അറിവ്, ഒരു നാട്ടിലുണ്ടായ മാറ്റമാണ് സ്നേഹിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സഹായകരമാകും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം നൽകാനാണ് ഇവിടെ ഈ അവാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ 10ാം ക്ലാസ്സാണ് ഇപ്പോൾ പാസ്സായിട്ടുള്ളത്. നാളെ നിങ്ങൾ +2 കഴിയും, പിന്നെ ഗ്രാജുവേഷന് പോകും, പോസ്റ്റ് ഗ്രാജുവേഷന് പോകും. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തരുത്. എത്രത്തോളം പഠിക്കാൻ കഴിയും, അതിന് പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അത്രത്തോളം നിങ്ങൾ പഠിക്കണം. CH സെന്ററിനുള്ള ഫണ്ട് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF പ്രതിനിധികൾ ചേർന്ന് PK ഫിറോസിന്റെ സാന്നിധ്യത്തിൽ യൂത്ത് ലീഗ് താനൂർ മുനിസിപ്പൽ സെക്രട്ടറി അൻവർ സാദത്തിന് കൈമാറി. പെരുന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ ഇന്റെ കൽബെ മ്യൂസിക് ആൽബത്തിലെ അത്തർ പൂശി എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. താനൂർ സ്വദേശി നിഖിൽ മോഹനാണ് ഈ മ്യൂസിക് ആൽബത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചതും പാടിയതും. കത്ത് ഞാൻ അയച്ചതിൽ സത്യം മുഴുവനും പറഞ്ഞില്ലേ കൽബേ. ബലിപെരുന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ എന്റെ കൽബ് എന്ന മ്യൂസിക് ആൽബത്തിലെ അത്തർ പൂശിയ എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. ഫോർമിസ്, കന്നഡ സിനിമാ സംഗീത സംവിധായകൻ അഭിമാൻ റോയ് തുടങ്ങിയ നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ മ്യൂസിക് പ്രോഗ്രാമിംഗ് ചെയ്തു വരുന്ന നിഖിൽ മോഹനാണ് ഈ മ്യൂസിക് ആൽബം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിലെ പാട്ട് പാടിയതും നിഖിൽ മോഹൻ തന്നെയാണ്. കത്ത് വായിച്ച് കുത്തുവാക്കിൻ കത്തി കൊണ്ടെന്റെ നെഞ്ച് പിളർന്നില്ലേ, എന്റെ നെഞ്ച് പിളർന്നില്ലേ. സംവിധായകൻ ബേസിൽ ജോസഫ്, സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി, നടൻ റോഷൻ ചന്ദ്ര, ഷിയാസ് കരീം തുടങ്ങിയവരാണ് ഔദ്യോഗികമായി ആൽബം പുറത്തിറക്കിയത്. മുഹമ്മദ് റഷാൽ, ഹയ ഫാത്തിമ, ഷെഫീഖ് ശ്രീകുട്ടി തുടങ്ങിയവരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. സുഹൈൽ കല്ലേരിയാണ് ചിത്രീകരണ സംവിധാനം നിർവഹിച്ചത്. ഷറഫു വേങ്ങരയാണ് ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. ഗാനരചന നിർവഹിച്ചത് ഷഫീഖ് അഹമ്മദും ചാർലി എന്ന സിനിമയിലൂടെ ഗാനരചനാ മേഖലയിൽ പ്രശസ്തയായ ഫൗസിയ അബൂബക്കറും ചേർന്നാണ്. ശിബു സുകുമാരനാണ് ആൽബം മിക്സ് ചെയ്തിരിക്കുന്നത്. RBS ഇന്ത്യൻ ടെക്നിക്കൽ ടീമിൽ IT മാനേജറായി ജോലി ചെയ്യുന്ന നിഖിൽ താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപകനായി വിരമിച്ച മോഹൻ മാസ്റ്ററുടെ മകനാണ്. തിരുപ്പഴംകുളങ്ങര AMS ഹയർ സെക്കൻഡറി സ്കൂൾ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പെരുന്നാൾ കാഫില സംഘടിപ്പിച്ചു. ഓൺലൈൻ പ്രോഗ്രാമിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അറബിക് കാലിഗ്രാഫി, മെഹന്തി ഫെസ്റ്റ്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഞാൻ AMS ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഇയാസ് മുഹമ്മദ്. उन्हें हमारे उत्सव में शामिल करें. सभी को मेरी तरफ से ईद की बधाई. धन्यवाद. മാനേജ്മെന്റ് പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു.
കോഴിക്കോടിന്റെ മൊഞ്ച് പകർത്തിയത് തിരുനാവായക്കാരന്റെ കൈപ്പട. നമ്മുടെ കോഴിക്കോട് എന്ന പേരിന് ടൈപ്പോഗ്രാഫി ചെയ്തത് തിരുനാവായ കൊടക്കൽ സ്വദേശി ഫാസിലാണ്. ഇൻസ്റ്റാഗ്രാം പേജിൽ ഫാസിലിന്റെ ടൈപ്പോഗ്രാഫി കണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഫാസിലിനെ ബന്ധപ്പെടുകയായിരുന്നു. അടുത്തിടെയാണ് കോഴിക്കോട് കടപ്പുറം നവീകരിച്ച് മൊഞ്ചുകൂട്ടിയത്. നമ്മുടെ കോഴിക്കോട് എന്ന പേര് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയും. സുന്ദരമായ ടൈപ്പോഗ്രാഫിയിൽ നമ്മുടെ കോഴിക്കോട് എന്ന അക്ഷരങ്ങൾ തിളങ്ങി നിൽക്കുമ്പോൾ ആരും അറിഞ്ഞില്ല അത് ചെയ്തത് മലപ്പുറം തിരുനാവായ സ്വദേശിയാണെന്ന്. തിരുനാവായ കൊടക്കൽ സ്വദേശി ഫാസിലാണ് ടൈപ്പോഗ്രാഫിയിൽ നമ്മുടെ കോഴിക്കോടിന് രൂപം നൽകിയത്. തൊപ്പിക്കാരൻ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫാസിലിന്റെ പേജുണ്ട്. ബീച്ചിന് വ്യത്യസ്തമായ രീതിയിൽ പേര് ഡിസൈൻ ചെയ്യാൻ ആലോചിച്ചു നടന്ന കോഴിക്കോട് ജില്ലാ ഭരണകൂടം അവിചാരിതമായാണ് ഫാസിലിന്റെ പേജ് കണ്ടത്. ഫാസിലിന്റെ ടൈപ്പോഗ്രാഫി ഇഷ്ടമായ ജില്ലാ ഭരണകൂടം ഫാസിലിനെ ബന്ധപ്പെട്ടു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മുടെ കോഴിക്കോട് എന്നുള്ള പേരിൽ കോഴിക്കോട് ഭരണകൂടത്തിന് കീഴിൽ ഒരു ആപ്പ് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനു വേണ്ടി ഒരു പുതിയ ലോഗോ അന്വേഷിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഒരു ടൈപ്പോഗ്രാഫിക് സ്റ്റൈലാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എൻ്റെ ഒരു പേജ് കണ്ട സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ലോഗോ ചെയ്യണം, കോഴിക്കോട് കളക്ടറിന് കീഴിലുള്ള ആപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ പറഞ്ഞു, ചെയ്തു കൊടുത്തു. അത് അവർക്ക് ഇഷ്ടമായി. അതങ്ങനെ അവരത് ഫൈനലാക്കി. അങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് എന്നുള്ള ഒരു പേര് ആ ഒരു ആപ്പിന് വന്നിട്ടുള്ളത്. പിന്നെ അത് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചപ്പോൾ ആണ് ആളുകൾ കൂടുതൽ കണ്ടതും അറിഞ്ഞതല്ല. ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, ജനങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗം? ഈ ആപ്പ് എന്താ വെച്ചാൽ കോഴിക്കോട് ഭരണപ്രദേശത്തിന് ഉള്ളിൽ അവർക്കുള്ള പ്രശ്നപരിഹാരത്തിനൊക്കെയുള്ള ഒരു ആപ്പാണ്. അതിലെന്തെങ്കിലും നാട്ടിൽ പ്രാദേശികപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രതിവിധികളും കാര്യങ്ങളും, അല്ലെങ്കിൽ നേരിട്ട് നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ ആണല്ലോ പ്ലാറ്റ്ഫോമുകളെല്ലാം, നേരിട്ട് പോയിട്ട് കളക്ടറിനോട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആപ്പ് വഴി നമുക്ക് ബന്ധപ്പെടാനും നമുക്കതിനുള്ള ആപ്ലിക്കേഷൻ തേടാനുള്ള ഒരു സംവിധാനമാണ് ഈ ആപ്പ് വഴി കണക്കാക്കുന്നത്. സ്വന്തം പരിശ്രമം കൊണ്ടാണ് ഫാസിൽ ടൈപ്പോഗ്രാഫി സ്വായത്തമാക്കിയത്. അറബിക് കാലിഗ്രാഫി ആയിരുന്നു ഫാസിലിന്റെ മേഖല. ടൈപ്പോഗ്രാഫിയിൽ ആകൃഷ്ടനായ ഫാസിൽ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലം മുതലാണ് ടൈപ്പോഗ്രാഫി പരിശീലിക്കാൻ തുടങ്ങിയത്. ആദ്യം പേപ്പറിൽ എഴുതി, പിന്നീട് യൂട്യൂബ് അടക്കമുള്ള വീഡിയോകളുടെ സഹായത്തോടെ പരിശീലിച്ചു. ജനങ്ങളുടെ ട്രെൻഡിനും ഇഷ്ടങ്ങൾക്കും ഒപ്പം നടക്കാനാണ് താല്പര്യമെന്ന് ഫാസിൽ പറഞ്ഞു. ഇതിനു മുമ്പ് ഇത്ര ഒരു ഇതിലേക്ക് എത്തുന്ന ഒരു സംഭവം ചെയ്തിട്ടില്ല. ഇതിന് ശേഷം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള സോങ് ടൈറ്റിലുകൾ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഒക്കെ ടൈറ്റിലുകൾ, കാരണം ഇപ്പോൾ ആളുകൾക്ക് സാധാ മലയാളം ഫോണ്ടുകളേക്കാൾ ആകർഷണീയമായിട്ട് തോന്നുന്നത് ഈ ടൈറ്റിലുകളോടാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെ തോന്നുന്നു ഇങ്ങനൊരു കോഴിക്കോട് പോലത്തെ ഒരു ജില്ലേൻ്റെ ഒരു ആപ്പ്? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് നേരിട്ട് അങ്ങനെ ബന്ധപ്പെട്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായി. മാത്രമല്ല ഈ സംഭവം കണ്ടതിന് ശേഷം ധാരാളം കോളുകളും ധാരാളം മീഡിയക്കാർ അല്ലെങ്കിൽ ധാരാളം നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ഗതാഗത മന്ത്രി റിയാസ് നേരിട്ട് വിളിച്ചു. അതന്നെ വലിയ സന്തോഷമാണ്. അങ്ങനെ ധാരാളമായിട്ട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ് ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത്. ഡിസൈനിങ് തുടങ്ങിയത് കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ സെൽഫ് ടോട്ടായിട്ട് സ്വന്തമായിട്ടും പിന്നെ പലരോടും ചോദിച്ചിട്ടും യൂട്യൂബ് വഴിയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. തിരുനാവായ്ക്കടുത്ത് കൊടക്കൽ സ്വദേശി സൂർപ്പിൽ മുസ്തഫ ഫസീല ദമ്പതികളുടെ മകനാണ് ഫാസിൽ മുക്തർ. കുളത്തൂർ ഇർഷാദിയയിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. അറബിക് കാലിഗ്രാഫിയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഫാസിലിന് സ്വന്തമായി കമ്പ്യൂട്ടർ ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് താല്പര്യം. അഫ്ള, ഫായിസ് എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാക്കൾ തമ്മിലുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിച്ചു. ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ യുവാവിന് ഗുരുതര പരിക്കേറ്റ മുറിവഴിക്കൽ സ്വദേശി ജയ്സലിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ തിരൂർ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു. താനൂർ നടക്കാവിൽ മത്സ്യം കയറ്റിപ്പോകുന്ന ഇൻസുലേറ്റർ വാഹനം കാറിലിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. ഇടിയാഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കുറ്റിപ്പുറം പാലത്തിൽ നിന്നും യുവാവ് പുഴയിലേക്ക് ചാടി. കാണാതായ യുവാവിന് വേണ്ടി പുഴയിൽ തെരച്ചിൽ നടത്തി. ബുധനാഴ്ച വൈകിട്ടാണ് യുവാവ് പുഴയിലേക്ക് ചാടിയത്. സംസ്ഥാനത്ത് ഇന്ന് 12,818 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,03,543 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.38%. ജില്ലയിൽ 1,249 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്.
തലക്കാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഇടത് സ്ഥാനാർത്ഥി പത്രിക നൽകി കോയക്കുഞ്ഞിയകത്ത് മൂത്താട്ട് സജ്ജലയാണ് ഇറിഗേഷൻ എക്സി ഹരീന്ദ്രനാഥിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.